ഇനി പഠിക്കാം മിനർവ അക്കാദമി തൃശൂരിൽ 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി ഉറപ്പു നൽകുന്നു. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ തൃശൂർ അത്താണിയിൽ പ്രവർത്തിക്കുന്ന സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ് ലിമിറ്റഡിന്റെ വികസന പ്രവർത്തനങ്ങൾ ജൂൺ 30-ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിരോധ ബഹിരാകാശ മേഖലകളിൽ അധിഷ്ഠിതമായ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ SFIL-ന് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വികസനത്തിനായി 25 കോടി രൂപയാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നൽകിയത്. ചിട്ടയായ പ്രവർത്തന മികവും സർക്കാരിന്റെ നേരിട്ടുള്ള അവലോകനവും കമ്പനിയുടെ പ്രവർത്തനത്തെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുവാൻ സാധിച്ചു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് വിറ്റുവരവ് 45 കോടി രൂപയിൽ നിന്നും 76 കോടി രൂപയിലേക്കും കഴിഞ്ഞ വർഷം 14% സാമ്പത്തിക വളർച്ചയിൽ പ്രവർത്തന ലാഭം 785 ലക്ഷം രൂപയും കൈവരിച്ചുവെന്ന് SFIL ചെയർമാൻ അഡ്വക്കേറ്റ് ഷെരീഫ് മരക്കാർ പറഞ്ഞു. പലവിധ പ്രതിസന്ധികൾ പറയുമ്പോൾ നഷ്ടത്തിന്റെ വലിയൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 5 വർഷക്കാലമായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയായി മാറാൻ SIFL പൊതുമേഖലാ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ 24-25 സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ് വിറ്റുവരവാണ് കമ്പനി ചെയ്തിട്ടുള്ളത്. 76.05 കോടി രൂപയുടെ റെക്കോർഡ് വിറ്റുവരവ് SIFL ഉണ്ടാക്കാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ 7.85 കോടി രൂപയുടെ പ്രവർത്തന ലാഭവും കമ്പനി ഉണ്ടാക്കി. അങ്ങനെ കേരളത്തിന്റെ വ്യാവസായിക ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് SIFL മുന്നേറുകയാണ്. അപ്പൊ ഇവിടെ ആ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വികസന കുതിപ്പിൽ വലിയൊരു നാഴികക്കല്ല് പിന്നിടുകയാണ് ഈ വരുന്ന ജൂൺ 30-ാം തീയതി, അതായത് മറ്റന്നാൾ. കമ്പനിയിലേക്ക് നമുക്കറിയാം, SIFL എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രം തൃശ്ശൂരിലെ അത്താണിയാണ്. മുഖ്യ ഫാക്ടറിയും കോർപ്പറേറ്റ് ഓഫീസും എല്ലാം അത്താണിയിലാണ്. ഇന്ത്യൻ ബഹിരാകാശ രംഗത്തെ അഭിമാനമായ ISROയ്ക്കും DRDO, ബ്രഹ്മോസ്, ഇന്ത്യൻ നേവി, HAL തുടങ്ങിയ തന്ത്രപ്രധാനമായ മേഖലകളിലേക്കാണ് SFIL ഫോർജിങ്ങുകൾ നൽകുന്നത്. കഴിഞ്ഞ മാസമാണ് കമ്പനിക്ക് ഇന്ത്യൻ നേവിയിൽ നിന്നും അന്തർവാഹിനികൾക്ക് ആവശ്യമായ ഫോർജിങ്ങുകൾ നൽകുവാനുള്ള 38 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത്. ബ്രഹ്മോസ് മിസൈൽ ഭാഗങ്ങൾ നൽകുവാനുള്ള 25 കോടി രൂപയുടെ ഓർഡറും കമ്പനിക്ക് കഴിഞ്ഞ മാസം ലഭിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയിൽ കരുത്തുറ്റ സാന്നിധ്യമായ SFIL കര, നാവിക, വായുസേനയ്ക്ക് ആവശ്യമായ ഭാഗങ്ങൾ തദ്ദേശീയമായി നിർമ്മിച്ചു നൽകി വരുന്നു. ഇപ്പോൾ 800 കിലോഗ്രാം വരെയുള്ള ഭാഗങ്ങളാണ് കമ്പനി ക്ലോസ് ഡൈ സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ചു നൽകുന്നത്. ഈ പുതിയ 6 ടൺ ഹൈഡ്രോളിക് ഓപ്പൺ ഫോർജിംഗ് ഹാമർ വാങ്ങിയത് ലോക നിലവാരത്തിലുള്ള ഫോർജിംഗ് ഹാമർ നിർമ്മിക്കുന്ന ചൈനയിലുള്ള MS ആൻയാങ് എന്ന കമ്പനിയിൽ നിന്നുമാണ്. പുതിയ 6 ടൺ ഹൈഡ്രോളിക് ഓപ്പൺ ഹാമർ വരുന്നതോടുകൂടി 3000 കിലോഗ്രാം വരെയുള്ള ഭാഗങ്ങൾ ഓപ്പൺ ഫോർജിംഗിൽ നിർമ്മിക്കുവാൻ സാധിക്കുന്നതാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിക്കാനുള്ള അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കേഷനും എയറോസ്പേസ് മേഖലയിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള AS 9100 സർട്ടിഫിക്കേഷനുമുള്ള SFIL-ന് പുതിയ ഹാമർ സ്ഥാപിക്കുന്നതോടുകൂടി വിദേശത്തേക്കുള്ള കയറ്റുമതിയിലും ഉൽപാദന വർധനവിലും നേട്ടമുണ്ടാക്കുവാൻ കഴിയും. കേരള സർക്കാരിന്റെ സാമ്പത്തിക സഹായങ്ങളും വ്യവസായ മന്ത്രിയുടെ അവസരോചിതമായ ഇടപെടലുകളും നിർദ്ദേശങ്ങളും കമ്പനിയുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാണ്. സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വികസന പദ്ധതിയുടെ ഭാഗമായി അടുത്ത 5 വർഷത്തേക്കുള്ള മാസ്റ്റർ പ്ലാൻ കമ്പനി തയ്യാറാക്കി. അതനുസരിച്ച് അടുത്ത വർഷം 100 കോടിയുടെ വിറ്റുവരവും 5 വർഷത്തിനകം 200 കോടിയുടെ വിറ്റുവരവുമാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ കമാൻഡർ P. സുരേഷ് പറഞ്ഞു. ഇത് വന്നതോടുകൂടി അത് മാത്രമല്ല, കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ ഒരു വളരെ പ്രസ്റ്റീജിയസ് സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. API എന്ന് പറയും, അമേരിക്കൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് ഫോർജിംഗ് കമ്പനികൾക്ക് ഈ സർട്ടിഫിക്കേഷൻ. ഫസ്റ്റ് ഈ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. സെക്കൻഡ്, ഈ സർട്ടിഫിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. ഇവര് സർട്ടിഫിക്കേഷൻ തന്നിട്ട് ഏത് സമയവും ഒരു നോട്ടീസ് ഇല്ലാതെ ഓഡിറ്റ് നടത്തും. അപ്പം ഞാൻ വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റും, കഴിഞ്ഞ 2 വർഷമായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഞങ്ങൾ ഈ സർട്ടിഫിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു.
So that speaks volumes ഞങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് എന്താണ് ഈ ഫോർജിങ് സെക്ടറിൽ നിന്ന് വലിയ വിസിബിലിറ്റിയും കുറച്ച് റെപ്യൂട്ടേഷനുള്ള സെക്ടറാണ്. ഇന്ത്യയിൽ മാത്രമല്ല, സ്ലൈറ്റ്ലി ഔട്ട്സൈഡ് ഓൾസോ. അതുകൊണ്ട് പല കമ്പനികളും നമ്മൾ തേടി വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഈ നോമിനേഷൻ ബേസിസ് ഒന്നല്ല ഓർഡർ കിട്ടുന്നത്. ഞങ്ങൾ എല്ലാത്തിലും കമ്പീറ്റ് ചെയ്ത് പ്രൈവറ്റ് സെക്ടറായിട്ട് കമ്പീറ്റ് ചെയ്ത്. ജൂൺ 30 വൈകിട്ട് 3 നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ MP കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ഡയറക്ടർ മേരി തോമസ്, ജനറൽ മാനേജർമാരായ PK മൻസൂർ, അനിൽ ബോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. PCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.